السلام عليكم ورحمة الله. الحمد لله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا لا يحل لكم أن ترثوا النساء كرها فلا تعضلوهن لتذهبوا ببعض ما آتيتموهن إلا أن يأتين بفاحشة مبينة فعاشروهن بالمعروف فإن كرهتموهن فعسى أن تكرهوا شيئا ويجعل الله فيه خيرا كثيرا. സൂറത്ത് നിസായിലെ 19-ാമത്തെ ആയത്ത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആ ആയത്തിൽ അള്ളാഹു എന്താണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്ന് നോക്കാം. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വസിച്ചവരെ. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ആ വിളിയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആദരവിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സ്വരം. കാരണം മനുഷ്യരെന്ന സൃഷ്ടികളില് ഒരുപാട് പേർ എല്ലാ കാലത്തും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ഇരുന്നിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതിരുന്നിട്ടുണ്ട്. വരാനിരിക്കുന്ന ഒരു ജീവിതത്തെപ്പറ്റി ഒന്നുകിൽ തെറ്റായ വീക്ഷണം അല്ലെങ്കിൽ തീരെ വീക്ഷണമില്ലാതെ കഴിഞ്ഞുകൂടാറുണ്ട്. അതിൽ നിന്ന് വിപരീതമാണ് വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹം. അവര് അള്ളാഹുവിന്റെ സൃഷ്ടികളാണ് എന്ന ബോധം അവരിലുണ്ട്. പിന്നെ അള്ളാഹുവിനെ റബ്ബായി അംഗീകരിച്ചവരാണ്. അള്ളാഹിന്റെ കലാമുകളൊക്കെ അംഗീകരിക്കുന്നവരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിൻ അയച്ച അവസാന ദൂതനാണ് എന്നും അംഗീകരിക്കുന്നവരാണ്. അപ്പൊ ആ അംഗീകാരത്തിന് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കുന്നതിന്, സമ്മതിച്ചു കൊടുക്കുന്നതിന് അള്ളാഹുവിന്റെ പക്കൽ അതിന്റെ വിലയുണ്ട്, പരിഗണനയുമുണ്ട്. അള്ളാഹു നമുക്കറിയാം, ഏതെങ്കിലും ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠയിലോ അല്ലെങ്കിൽ മരത്തിലോ ഒരു രൂപത്തിലോ ഒതുങ്ങുന്നതല്ല. ഈ പ്രപഞ്ചമാകെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനാണ്. ആ അള്ളാഹുവാണ് എന്നെയും നിങ്ങളെയും വിളിക്കുന്നത്. അല്ലയോ വിശ്വാസികൾ. അന്ന് ഈ വിളി കേൾക്കാനുണ്ടായിരുന്നവര് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെ അദ്ദേഹത്തിന്റെ അനുയായികളായ അൻസാരികളും മുഹാജിറുകളും മറ്റുള്ളവരുമായ സഹാബികളുമായിരുന്നു. അവരോടൊരു കാര്യം നിർദ്ദേശിക്കുകയാണ് അള്ളാഹു. ലാ യഹില്ലു ലക്കും, നിങ്ങൾക്ക് അനുവദനീയമല്ല. അപ്പോ നിങ്ങൾ വിശ്വാസികളാവുമ്പോ, വിശ്വാസികളാണെന്ന് അഭിമാനിക്കുമ്പോ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ചിലതുണ്ട്.
മറ്റുള്ളവർ അനുവദിക്കപ്പെട്ടതാണെന്ന് കണക്കാക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്ന പലതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. മനുഷ്യർക്ക് മുഴുവൻ അനുവദിക്കപ്പെട്ടതല്ല, പക്ഷെ നിങ്ങളാണ് ആ കാര്യം മനസ്സിലാക്കിയവർ. അതുകൊണ്ടൊരു കാര്യം പറയട്ടെ, ഇതാണ് ആ വർത്തമാനത്തിന്റെ രീതി. വിശ്വാസികള്, നിങ്ങൾക്ക് ഹലാലല്ലോ. എന്ത് റബ്ബെ? അന്തരിസു, നിങ്ങൾ അനന്തരമെടുക്കുക എന്നത്, അനന്തര സ്വത്തായിട്ട് എടുക്കുക എന്നത്. ആരെ? അന്നിസാ, സ്ത്രീകള്. സ്ത്രീകളെ അനന്തരമായി എടുക്കുകയോ? അതെങ്ങനെ സംഭവിക്കുക? ഒരു വാക്കിന്റെ അർത്ഥം കൂടി പറഞ്ഞിട്ട് ബാക്കി പോകാം. എങ്ങനെ അനന്തരമെടുക്കുക? കർഹൻ, നിർബന്ധപൂർവം. അപ്പോ ഒരു സ്ത്രീക്കും തന്നെ മറ്റൊരാൾ അനന്തരാവകാശമായി എടുക്കുന്നതിനോട് യോജിപ്പുണ്ടാവുകയുമില്ല. എങ്ങനെ? ഞാനിപ്പോ ഇന്ന പുരുഷന്റെ കീഴിലാണ് ഭാര്യയായിട്ട്. അയാൾ മരിച്ചപ്പോ ഞാൻ സ്വാഭാവികമായും മറ്റൊരാളുടേതായി മാറി. എങ്ങനെ? വിവാഹത്തിലൂടെ ഒന്നുമല്ല. അയാള് മരവും മൃഗവും പറമ്പും ഒക്കെ അനന്തരമെടുക്കും പോലെ എന്നെ അയാൾ അനന്തരമെടുത്തു. അങ്ങനെ ഞാൻ അയാളുടെ അനന്തര സ്വത്ത് കിട്ടിയ വകയിൽ ഞാൻ അയാളുടേതായി. അതൊരു പെണ്ണും ഇഷ്ടപ്പെടാത്തതാ. ആ വാചകം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുമ്പോഴ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ചീത്ത സമ്പ്രദായത്തിന് അറുതി കുറിക്കുകയാണ്, അവസാനം കുറിക്കുകയാണ്. നമ്മെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിലെ അവസ്ഥ എന്താണെന്ന് ചൊല്ലിത്തരികയാണ്. ഈ സൂറത്ത് ആരംഭിച്ചപ്പോഴ് അനന്തരാവകാശങ്ങളെ പറ്റി പറഞ്ഞിട്ടാ തുടങ്ങിയത്. എന്നുവെച്ചാൽ ആരംഭ ഭാഗത്ത് പറഞ്ഞു എന്നർത്ഥം. അവിടെ സ്ത്രീക്കും അവകാശമുണ്ട്, പുരുഷനും അവകാശമുണ്ട് എന്നത് നമുക്കിപ്പോ ശാന്തമായി കേൾക്കാം. ഇപ്പോ നമുക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ കാലത്ത് അതൊരു വലിയ വിപ്ലവമായി ആരും കണക്കാക്കിയെന്ന് വരില്ല. പക്ഷെ ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഒരു സ്ത്രീക്കും ഒരു വിധത്തിലും ആരുടെയും അനന്തരാവകാശം കിട്ടാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതാണ് സ്വന്തം പിതാവിന്റെ സ്വത്തിലോ സ്വന്തം മകന്റെ സ്വത്തിലോ സ്വന്തം സഹോദരന്റെ സ്വത്തിലോ തന്റെ ഭർത്താവിന്റെ സ്വത്തിൽ നിന്നോ അവരാരെങ്കിലും മരണപ്പെട്ടാൽ ഒരു വിഹിതത്തിനും അർഹതയുണ്ടാകാതെ എത്രയോ കാലം, ഞാൻ നൂറ്റാണ്ടുകളോളം എന്ന വാക്ക് ഉപയോഗിക്കാത്തത് അത്രക്കും കാലപ്പഴക്കമുണ്ടോ എന്ന് എനിക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഏതായിരുന്നാലും ഒരുപാട് കാലം അങ്ങനെ ജീവിച്ച് അതാണ് ഞങ്ങളുടെ തലയിലെഴുത്ത് എന്നും വിചാരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം, ആ വ്യക്തികളിൽ, ആ ആണുങ്ങളോടും ആ പെണ്ണുങ്ങളോടും ആ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മുമ്പിലാണ് വന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് ലിരിജാലി നസീബ് മിമ്മ ഇക്തസബു വലിന്നിസാഇ നസീബ് മിമ്മ ഇക്തസബ്ന. ഒരു ഖുർആൻ ആയത്ത് പഠിപ്പിക്കുമ്പോൾ ആ ഉണ്ടാക്കി തീർത്ത അലയൊലികളെ, പരിഷ്കാരങ്ങളെ ഒക്കെ പറഞ്ഞു പോണം. അതുപോലെ തന്നെ ആ ആയത്തിൽ വന്നിരിക്കുന്ന വാക്കുകളുടെ സൗകുമാര്യത, ആസ്വാദന ശക്തി, സ്വാധീനം, ഭാഷാപരമായ അതിൻ്റെ പ്രയോഗ വൈഭവം, ഇതൊക്കെ പറയണം. പക്ഷെ നമ്മളിങ്ങനെ ഒരു ചുരുങ്ങിയ സമയത്തിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എല്ലായ്പ്പോഴും അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാം കടന്നു ചെല്ലാൻ കഴിയില്ല. പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്റെ അഥവാ ഹലാല് ഹറാമുകളുടെ ഭാഗത്തിന് പ്രാധാന്യം കൊടുത്ത്, അല്ലെങ്കിൽ അതിലടക്കിയ ഗുണപാഠത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യാം.
സാന്ദർഭികമായി നിങ്ങളെ മനസ്സ് ഞാൻ ബന്ധിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് നിങ്ങൾക്കറിയാം, അതൊരു ലളിതമായ ഒരു വാക്കല്ലല്ലോ. അതൊരു വിപ്ലവത്തിന്റെ വാക്കാണ്. അതൊക്കെ ഇങ്ങനെ മൊയ്‌ലിയന്മാരും പ്രാസംഗികന്മാരും തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അതിൻ്റെ അപ്പുറം ഒരു വാല്യൂ ഒന്നും ഉസ്താദെ വാക്കിനില്ല. അങ്ങനെ ചിന്തിക്കല്ലേ. ഇത് പറയുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ഒന്നല്ല, 1000 ഇലാഹുകളെ സങ്കല്പിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ലാ ഇലാഹ, ഒരൊറ്റ ആരാധ്യനുമില്ല, ഒരാരാധ്യനുമില്ല എന്ന് നിഷേധത്തിന്റെ വാക്കുച്ചരിക്കുമ്പോൾ ആ നിഷേധി, ആ നിഷേധത്തിന്റെ സ്വരം, അതൊരു പരിവർത്തനത്തിന്റെ കാഹളം തന്നെയാണ്. അതൊരു വിപ്ലവം തന്നെയാണ്. അപ്പൊ തന്നെ പറഞ്ഞോ, ഒരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇല്ലല്ലാ, ഏകനായ അള്ളാഹു ആരാധ്യനായിട്ടുണ്ട്, മറ്റൊരു ഇലാഹും ഇല്ലടോ. ഇതാണ് ആ സ്വരം. എന്ന് വെച്ചാല് തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ താരാട്ട് പാടി ഉറക്കുന്ന ഈണത്തിലല്ല ഖുർആൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചു കൊടുത്തതും ആ നാട്ടിൽ നടപ്പിൽ വരുത്തിയത്. നിങ്ങൾക്കറിയാം തബ്ബത്തിന്റെ ടോൺ എന്താണെന്ന്. തബ്ബത്ത് യദാ അബീ ലഹബ് പറയുന്നത് താരാട്ട് പാട്ടിന്റെ ഈണത്തിലല്ല. അടിച്ചിരുത്തേണ്ടവനെ അടിച്ചിരുത്തേണ്ട സ്വരത്തിൽ തന്നെ അടിച്ചിരുത്തി കൊടുത്തു. അതാണ്. ഞാനത് വെറുതെ ഒന്നും പറയാറില്ല ക്ലാസ്സിൽ. ഇപ്പോ ഈ വർത്തമാന കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ ചില ആളുകള് മുസ്ലിം സമൂഹത്തിന്റെ നേരെ തരം കിട്ടുമ്പോഴൊക്കെ ഊരിയിടുന്ന് കാണുമ്പോ അവന്റെ നേരെ പറയേണ്ട വാക്കാ തബ്ബത്ത്, നശിക്കട, നീ എന്ന് എന്റെ സ്ഥാനമാനങ്ങളിൽ നശിക്കട, നശിച്ചു പോട്ടട, നീ എന്ന് എന്റെ ആ വാറോല വർത്തമാനങ്ങളിൽ തകരുമടാ, നീ ഒന്നുമല്ലടാ, ഒന്നുമല്ലാതായി തീരുമടാ. ഇതാണ് ആ ഖുർആന്റെ രീതി. ഉസ്താദ് അതൊരു തീവ്രതയുടെ വാക്കല്ലേ എന്ന് ചോദിച്ചാൽ തീവ്രതയുടെ വാക്ക് തന്നെയാണ്. അത് വ്യക്തികളോടുള്ള തീവ്രതയല്ല, തെറ്റായ സമ്പ്രദായങ്ങളോടും തെറ്റായ ശീലങ്ങളോടുമുള്ള തീവ്രതയാണത്. നശിക്കപ്പെടേണ്ടവ നശിക്കുക തന്നെ വേണം, വിമർശിക്കപ്പെടേണ്ടവ വിമർശിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ ഒരു വാക്കാണ് ഇവിടെ വന്നത്. ചെയ്യല്ലേ, അരുതാണ്, അരുതാത്തതാണ്. പെൺകുട്ടികൾക്ക് പെണ്ണായി പിറന്നാൽ പോയാൽ പിന്നെ ഇപ്പോൾ ഉമ്മയായാലും പെങ്ങളായാലും ഭാര്യയായാലും അനന്തരാവകാശമില്ലെന്നോ, അവളുടെ ആര് മരിച്ചാലും അവർക്കൊന്നും അർഹതയില്ലെന്നോ ലാഭനഷ്ടം നോക്കിയതാ നിങ്ങളല്ലേ. ഒരു പെൺകുട്ടി സാധാരണഗതിയിൽ കച്ചവട യാത്രകൾ നടത്തുകയില്ല, പൊതുവെ കുറവാണ്. ജീവിതത്തിന്റെ ആധാരം അതാണല്ലോ. പിന്നെ കാര്യമായി വേണ്ടതൊരു യുദ്ധമാണ്. ആ യുദ്ധങ്ങളിൽ അവരെങ്ങനെ ആയുധമെടുത്ത് വരാറില്ലല്ലോ. പിന്നെ പലപ്പോഴും അവളിൽ വല്ല പിഴവും സംഭവിച്ചാൽ അതൊരു ഗോത്രത്തിന് തന്നെ അപമാനമായി തീരുമല്ലോ. അതുകൊണ്ടൊക്കെ അവളെ അങ്ങനെ ഒരു മൂലയിൽ ഇരുത്തണം എന്ന സമൂഹം ചിന്തിച്ചു, തലമുറകളായി ചിന്തിച്ചു. ആരോരും അതിനെപ്പറ്റി ഒന്നും ഉരിയാടിയില്ല. അത് പോയി പോയി പിറക്കുന്ന കുട്ടി പെണ്ണാണെങ്കിൽ അവളെ കുഴിച്ചു മൂടണം എന്നിടത്ത് വരെ എത്തി. ഉസ്താദ്, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. പക്ഷെ എനിക്ക് വേണ്ടത് ആ ഖുർആന്റെ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന ആ തീവ്രതയുടെ, വിപ്ലവത്തിന്റെ അളവ് നിങ്ങളുമായി പങ്കുവെക്കലാ. അല്ലെങ്കിൽ അതൊരു താരാട്ടുപാട്ട് കേട്ട മാതിരിയെ തോന്നുള്ളൂ. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വൈദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്, ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കപ്പെടും, എന്ത് കുറ്റത്തിനാ നീ കൊല്ലപ്പെട്ടത് എന്ന്. എന്തോരു വല്ലാത്ത വാക്കാണത്. ജീവനോടെ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ രക്ഷകർത്താക്കളോട് ചോദിക്കപ്പെടും, തന്തമാരോട് ചോദിക്കപ്പെടും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അതിന് ശൗര്യല്ല. പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആ കുട്ടികളോട് ചോദിക്കും. ആ കുട്ടികളെ നമ്മൾ കൊന്നതല്ലേ? കൊന്നതാ.
പക്ഷെ അവരൊരിക്കലും നിങ്ങളും തമ്മിൽ കണ്ടുമുട്ടൂല എന്നല്ലേ നിങ്ങൾ വിചാരിച്ചത്? പിതാക്കന്മാരെ, മക്കളെ കൊന്ന പിതാക്കന്മാരെ, ആ മക്കളും നിങ്ങളും കൂടി കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭം ഞാൻ ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങളോടൊന്നും ഞാൻ ചോദിക്കൂല, ഞാൻ ആ കുട്ടികളോട് ചോദിക്കും, അല്ല പൈതങ്ങളെ, നിങ്ങൾ പ്രസവിച്ച ഉടനെ കൊല്ലപ്പെട്ടുവല്ലോ, നിങ്ങൾ എന്ത് അനീതിയാണ് ആ നാട്ടിൽ ചെയ്തത്? നിങ്ങൾ എന്ത് അക്രമമാണ് ആ നാട്ടുകാരോട് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കുഴിച്ചുമൂടപ്പെട്ടത്? ബാക്കി മനുഷ്യന്റെ ഭാവനയിൽ കാണാം. ആ കുട്ടികൾ വിരൽ ചൂണ്ടും അവരുടെ അച്ഛന്റെ നേരെ, പിതാവിന്റെ നേരെ. ഇവരാണ്, ഇവരാണ്, ഇവരാണ് എന്ന്. അതങ്ങ് മനസ്സിൽ തറക്കുന്ന ഒരു മനുഷ്യനും സ്വസ്ഥത ഉണ്ടാവൂല. സ്വസ്ഥത, ആ സ്വസ്ഥത തകർക്കുക തന്നെയാണ് അവിടെ ലക്ഷ്യം. ചോദിക്കപ്പെടും, എല്ലാറ്റിനും കണക്കുണ്ടാവും. ഇതൊക്കെ ഖുർആൻ പഠിക്കുന്ന നമ്മുടെ മനസ്സുകളിൽ ആവേശത്തിന്റെയും പ്രതീക്ഷയുടെയും അലയൊലികൾ ഉണ്ടാക്കും. ഈ തരം അബൂലഹബുകളും കുട്ടികളെ കൊല്ലാൻ കൂട്ടുതന്ന ഫറോവമാരും, അതുപോലെ തന്നെ പെൺകുട്ടികളോടൊക്കെ ഇത്തരം അനീതികളും അന്യായങ്ങളും ചെയ്തവനും, വീട് തകർത്തവരും, വീട്ടിൽ നിന്ന് ആട്ടി പുറത്താക്കാൻ കൂട്ടുനിന്നവരും, കിടങ്ങുകൾ കയറി അതിൽ തീയിട്ട് ഒരു കുറ്റവും ചെയ്യാത്ത നിരപരാധികളെ ദഹിപ്പിച്ചു കളഞ്ഞവനുമൊക്കെ കണക്ക് പറയാതെ പോവില്ല എന്ന സത്യം, പരമമായ സത്യം, അത് ഖുർആൻ ആവർത്തിക്കുന്നുണ്ട്. എല്ലാ അക്രമികൾക്ക് മുമ്പിലും, എല്ലാ കുറ്റവാളികൾക്ക് മുമ്പിലും. ഫറോവക്കൊരു മന്ത്രി ഉണ്ടായിരുന്നു. ഫറോവക്ക് സ്തുതി പാടാൻ ഒരു കുബേരനുണ്ടായിരുന്നു. ഫറോവയോട് ഉപമിക്കാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും ആ ചിത്രം ഏതാണ്ട് അതേപടിയൊക്കെ ഇന്ത്യയിലുണ്ടെന്നാണ് തോന്നുന്നത്. ഒരിക്കലും ഫറോവന്റെ അരികിലേക്കൊന്നും എത്തൂല. ഫറോവ എവിടെ കിടക്കുന്നു? അയാൾക്ക് സ്തുതി പാടാൻ ഒരുത്തനുണ്ട്. ഹാറൂനുണ്ട്, ഹാമാനുണ്ട് ഫറോവയുടെ കൂടെ ഇടം വലവുമായി. ബുൾഡോസറുകളുണ്ട്, തീപ്പന്തങ്ങളുണ്ട്. വീടുകളിൽ നാട്ടി അകറ്റപ്പെടുന്ന നിരാലംബരായ, നിഷ്കളങ്കരായ, നിരപരാധികളായ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ നീതി കിട്ടുന്ന ഒരു ദിനം വന്നില്ലെങ്കിൽ പിന്നെന്താ അർത്ഥാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവർക്കൊക്കെ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ, നിലനിൽക്കാൻ മാത്രമാണെങ്കിലും, അതുകൊണ്ട് ഇതിനൊരു അന്ത്യം ഉണ്ടാവണം. അതുണ്ടാവും, അതുണ്ടായേ പറ്റൂ. ആ നാളിന് വേണ്ടി നാം കൊതിക്കണം, പ്രാർത്ഥിക്കണം. ഇത്തരം ധിക്കാരികളുടെ കൈകളിൽ വിലങ്ങുകൾ അണിയിക്കപ്പെടാൻ, ഈ നാട്ടിൽ സത്യവും നീതിയും മനുഷ്യർ തമ്മിലുള്ള സഹവർത്തിത്വവും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. നമ്മളതിൽ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നെനിക്ക് സംശയമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ മുസൽമാനെ ഭയപ്പെടുത്തലാണ്. പോരുമ്പോഴേയൊക്കെ തീരുമാനിച്ചു വന്നതാ. ആട്ടി അകറ്റപ്പെട്ടാൽ പ്രതിഫലം, പലായനം ചെയ്യേണ്ടി വന്നാൽ പ്രതിഫലം, മരിച്ചാൽ അതിനേക്കാളേറെ പ്രതിഫലം. അതൊക്കെ പടച്ചവന്റെ സംതൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ നൊരുമ്പിയ എല്ലുകളിൽ പോലും അനുഗ്രഹങ്ങൾ കോരിച്ചൊരിയാൻ കഴിയുന്ന നാഥന് വേണ്ടിയിട്ടാണെങ്കിൽ മുസ്ലിമൻ, ഒരു മുസൽമാനായി വധിക്കപ്പെടുമ്പോ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കണം? ഈ മുദ്രാവാക്യങ്ങൾ, ഖുർആൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ തളരാതെ, കെടാതെ മനസ്സിൽ കിടന്ന് ആളി കത്തിപ്പടരണം. ആ ജ്വാലകൾ മറ്റുള്ളവർക്ക് നൽകാൻ നമ്മളെ കൊണ്ടാവണം. അതാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തേ ഉസ്താദെ എന്ന് ഈ നിലയ്ക്കൊരു സംസാരം? എപ്പോഴും ഉള്ളതാണിത്. പക്ഷെ നമ്മളെപ്പോഴും ആ വഴിക്ക് തന്നെ പോയിക്കൂടല്ലോ. ഇവിടെ എന്തേ നിങ്ങളേത് പറയാൻ പ്രേരിപ്പിച്ചത്? ഇതൊരു വല്ലാത്ത വാക്കാണ്. എന്താണ് ലോകത്തോട് ഖുർആൻ വിളിച്ചു പറയുന്നതെന്നറിയോ? നിങ്ങൾ അറിയോ മാലോകരെ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മക്ക എന്ന നാട്ടിലെ, അറേബ്യ എന്ന നാട്ടിലെ, മദീനയിലെയും മക്കയിലെയും അവസ്ഥ അറിയോ?
അവിടെ പണ്ടൊരു ചീത്ത സമ്പ്രദായം നിലനിന്നിരുന്നു. പലതുണ്ട്, അതിലൊന്ന് പറയാം. അതെന്താ? ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ധനം ആൺമക്കൾ ഓഹരി വെച്ചെടുക്കും. അതെന്നെ പലപ്പോഴും മൈനർമാർക്കൊന്നും കിട്ടൂല. മുതിർന്നവർക്ക്, പ്രായമായവർക്ക് മാത്രമാണ് കിട്ടുക. പ്രായപൂർത്തിയായവർക്ക് കിട്ടും. തുല്യമായ നീതിയൊന്നും എവിടെയും ഉണ്ടായിരുന്നില്ല. അതിരിക്കട്ടെ, കൂട്ടത്തിലുണ്ടായിരുന്ന മറ്റൊരവസ്ഥ എന്താണെന്നറിയോ? ആ മരണപ്പെട്ട പുരുഷന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ, ഒന്നിലധികം ഭാര്യമാരും അതിൽ മക്കളുമുണ്ടെങ്കിൽ, ഈ മക്കൾ ഈ ഭാര്യമാരെ അനന്തരമെടുക്കും. ബാപ്പാന്റെ പെണ്ണിനെ മോൻ അനന്തരെടുക്കും. ഇതായിരുന്നു ആ നാട്ടിലെ കാട്ടുനീതി. ഇതായിരുന്നു ആ നാട്ടിലെ നിലനിന്നിരുന്ന സമ്പ്രദായം. സ്വന്തം ഉമ്മാനല്ല ബാപ്പാന്റെ മറ്റു പെണ്ണുങ്ങളെ അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അവൾ സുന്ദരിയാണെങ്കിൽ ഭാര്യയായി പോലെ കൊണ്ടു നടക്കും ബാപ്പാന്റെ പെണ്ണിനെ. പറയാൻ തന്നെ നാണക്കേടാവും. അവൾ സുന്ദരി അല്ലെങ്കിൽ അവളുടെ എല്ലാ അതോറിറ്റിയും ഞാനാണ് എന്ന മട്ടിൽ പെരുമാറും. അതാണ് എന്റെ രസം. ഈ പെണ്ണ് ഈ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യയായി തീരും മുമ്പ് അവൾക്ക് പിതാവുണ്ട്, ഔലിയാക്കളുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. ഏയ്, ഇയാൾ മരണപ്പെട്ടപ്പോ ഇവളുടെ രക്ഷാകർത്തൃത്വം അവളുടെ സ്വന്തം പിതാവിലേക്ക് തിരിച്ചു വരില്ല. ശ്രദ്ധിക്കുക. അവളുടെ പിതാവിന്റെ സഹോദരന്മാരോ പിതാമഹനോ ഉണ്ടെങ്കിൽ അവരാണ് ശരിക്കും ഈ പെണ്ണിന്റെ ഉത്തരവാദിത്തപ്പെട്ട അവകാശികൾ, സംരക്ഷകർ, ഗാർഡിയൻസ്. അവർക്കാർക്ക് ഈ പെണ്ണിന്റെ മേലൊരു അവകാശമില്ല. കെട്ടിച്ചതോടുകൂടി എല്ലാം കഴിഞ്ഞു. ഈ വാചകത്തിന് എന്തോ ഒരു വർത്തമാനകാലത്തിന്റെ മണമുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. കെട്ടിച്ചതോടുകൂടി എല്ലാം തീർന്നു. ഇവൾ ഞങ്ങളെ വാപ്പാന്റെ സ്വത്താ. വാപ്പ മരിച്ചാൽ അവൾ ഞങ്ങളെ സ്വത്താ. ഞങ്ങളിൽ ആർക്ക് വേണമെങ്കിലും അവളെ നിർബന്ധപൂർവ്വം ഞങ്ങളേതാക്കാം. ഖുർആൻ അവളെ സമ്മതം ആവശ്യമില്ല. നിർബന്ധപൂർവം അവളെ സമ്മതം ആവശ്യമില്ല. ചക്ക, ഞാൻ നിനക്ക് നിന്റെ ഉമ്മാന്റെ മാതിരിയാണടാന്നൊന്നും പറയാൻ പാടില്ല. നിർബന്ധപൂർവം നീ എന്റെ പെണ്ണാടി എന്ന് പറയും. പെണ്ണാണടി. അല്ലെങ്കിൽ നിന്റെ കാര്യം തീരുമാനിക്കുന്നത് ഞാനാണടി എന്ന് പറയും. ഞാൻ ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കും. അല്ലെങ്കിൽ ആർക്കും കെട്ടാൻ സമ്മതിക്കാതെ എന്നെ അങ്ങനെ അവിടെ ഇടും കാലാകാലം. മനസ്സിലായില്ലേ പറഞ്ഞേ? അറബ് നാട്ടിലുണ്ടായിരുന്ന ഒരു തെറ്റായ സമ്പ്രദായമായിരുന്നു, ഒരു പുരുഷൻ മരണപ്പെട്ടാൽ അയാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിൽ ഈ മക്കൾ ഈ ഭാര്യമാരെ അനന്തരമെടുക്കുക എന്ന് പറഞ്ഞാൽ ആ മക്കളാണ് ഈ ഭാര്യമാരുടെ ഉടമസ്ഥാവകാശികളായി തീരുന്നത്, രക്ഷകർത്താക്കളായി തീരുന്നത്. അവളെ ബാപ്പൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും. അവളെ ബാപ്പാന്റെ സഹോദരന്മാരോ മക്കളൊക്കെ ഉണ്ടാവും. അവർക്കാർക്കും ഈ പെണ്ണിൽ യാതൊരു അവകാശവും ഇല്ല എന്ന അലിഖിത നിയമമുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. ഈ പെണ്ണിൽ ഇവർക്കാർക്കും അവകാശമില്ല. ഇവളെ നിയന്ത്രിക്കാൻ ഇവർക്ക് അർഹതയില്ല. ഇവൾ ഞങ്ങളെ പെണ്ണാ, ഞങ്ങളെ വാപ്പാന്റെ പെണ്ണാ. ഇവൾ കല്യാണം കഴിക്കണോ കഴിക്കണ്ടേ? ഇനി കഴിക്കുന്നുവെങ്കിൽ ആരെ കഴിക്കുന്നു ആര് വിവാഹം കഴിക്കുന്നു എന്നത് ഞങ്ങൾ തീരുമാനിക്കും. അപ്പൊ അത്ര വൃത്തികെട്ട ഒരു ജനതയായിരുന്നു അവര്. അവരെ അത്ര വൃത്തികെട്ട ജനങ്ങളായിരുന്നു. ഞാൻ ഇത്ര ആയത്തുകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴേ സാധ്യമാകുന്നിടത്തോളം ശ്രമിക്കാറുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഇതിന് സമാനമായ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നുവോ എന്ന്. തീരെ ഇല്ല എന്നൊന്നും പറഞ്ഞുകൂടാ. പല ഗോത്രങ്ങളിലും പലയിടങ്ങളിലും ഇതിനേക്കാൾ മോശമായതോ ആയ ചിന്താഗതികളൊക്കെ ഉണ്ടായിരുന്നു. അതിലേറ്റവും മോശമായതാണ് എന്ത്? ഭർത്താവ് മരിച്ചാൽ പെണ്ണ് ജീവിച്ചിരിക്കരുത്, അവൾ ആത്മാഹുതി ചെയ്യണമെന്ന് പേര് കൊടുത്തു, സതി എന്ന്. ഇപ്പോഴൊരു ന്യായീകരണം പറയുന്നത് കേട്ടു ഒരുത്തൻ, അതിവിടെ മുഗളന്മാർ വന്നിട്ടാണ് സതി ഉണ്ടാക്കിയത്. നാണക്കെടുകളുടെ കൂമ്പാരമായ ഒരു സമ്പ്രദായത്തെ നാലാളെ മുമ്പിൽ പറയാൻ നാണം കെട്ടിട്ട്
എന്തിനേയും കൊണ്ടുവന്ന് മാപ്പിളാരുടെ തലയിലേക്ക് വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അത് വിഴുങ്ങാൻ പറ്റുന്ന ഒരു പറ്റം ആളുകൾ അവരുടെ കൂടെ ഉണ്ടാവും. കാരണം അത്രയല്ലേ വിദ്യാഭ്യാസമുള്ളൂ. ചാണകമല്ലേ ആഹാരം, ഗോമൂത്രമല്ലേ പാനീയം. മുഗളന്മാരാ സതി ഉണ്ടാക്കിയത്. ഏത് ചരിത്രകാരനാ മുൻകാലത്ത് അത് ഉദ്ധരിച്ചത്? ഒരു MP-യോ MLA-യോ ആയി മാറുമ്പോഴേക്ക് ഇയാൾ സർവകലാ വല്ലഭനായി മാറുക, ചരിത്രത്തിൻ്റെയും അക്കാഡമിക് തലത്തിൽ എഴുതപ്പെട്ടതുമായ ചരിത്രങ്ങളും തത്വങ്ങളും മുഴുവൻ നിരാകരിച്ചിട്ട് ആക്ഷേപിക്കുകയാണ്. ഒരു തമാശ പറയുന്നു. അതെന്താണെന്നറിയോ? ഒരു സ്ത്രീ ഒരു വീട്ടിൽ ഒരാൾ സമാധിയായി 2-3 മാസം മുമ്പ്. സമാധിയായപ്പോൾ ആൾക്കാർ ചോദ്യം ചെയ്തു, ഇയാൾ നേരത്തെ പ്രമേഹത്തിന്റെ ഗുളിക കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും സമാധിയാവല് എന്ന് ചോദിച്ചു പോയി ആരോ. അതിന് പ്രതികരിക്കാൻ വേണ്ടി മകൻ വന്നപ്പോ മകന്റെ ആദ്യത്തെ പ്രകടനം, മുസ്ലിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്, ഇത് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന ഫിത്തനയാണെന്നൊക്കെ. അപ്പോ ചാനലിന്റെ വാർത്താവതാരകൻ ചോദിച്ചു, ഇതിന് മുസ്ലിങ്ങൾ എങ്ങനെ കടന്നു വരണേ? ഓലാരും ഈ വിഷയം പറഞ്ഞിട്ട് കൂടിയില്ലല്ലോ. അപ്പോഴാണ് മുപ്പത്തിയാറ് പിന്നെ ഇത് മാറ്റിയിട്ട് വർത്തമാനം മാറ്റിയതാണ്. ഇനി ക്ലാസ്സിൽ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ക്ലാസ്സിൽ അങ്ങനെ പറയാവുന്നൊരു മെച്ചപ്പെട്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാം. ഏറ്റവും പൈശാചികമെന്ന് തോന്നുന്ന ഒരു ശബ്ദം അന്ന് ആ സ്ത്രീ ഉണ്ടാക്കിയ ശബ്ദമുണ്ട്, ഉണ്ടാക്കിയ ഒരു ശബ്ദം. പിന്നെ കേട്ട ശബ്ദം, ആ തട്ടമിട്ട പെൺകുട്ടിയെ പുറത്താക്കിയതിനു ശേഷം ആ പ്രിൻസിപ്പൾ ചിരിച്ച ഒരു ചിരിയില്ലേ, എനിക്കതൊരു ദജ്ജാലിന്റെ ചിരിയായി തോന്നാറുണ്ട്. ഞാൻ ദജ്ജാലിനെ കണ്ടില്ല, ഇബ്ലീസിനെയും കണ്ടില്ല. എന്നാലും എന്താ ഒരു 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 എന്തൊക്കെയോ ഒളിപ്പിക്കുന്നതായി തോന്നുന്നുണ്ട്. ഇതൊക്കെ ഇപ്പോ നമ്മളെ നാട്ടില് കേസെടുക്കാൻ മാത്രം കുറ്റങ്ങളാണെന്നൊക്കെയുള്ള ബോധമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അള്ളാന്റെ ദീനിന്റെ ആശയങ്ങൾ പറയുക, പഠിപ്പിക്കുക. നമ്മുടെ മനസ്സിൽ അവ ഉണ്ടാക്കി തീർക്കുന്ന അലയൊലി എന്താണ്, പ്രതികരണം എന്താണ് എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. കാരണം ഉത്ബയും ഷെയ്ബയും പിന്നെ അതുപോലെ തന്നെ യസ്രിബിലെ ഔസ് ഖദറജ് കൊമ്പന്മാരും ഒക്കെ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന ഖുർആൻ പ്രഖ്യാപിച്ചത്, ഇനിമേലിൽ ഒരാളും തന്റെ പിതാവ് മരണപ്പെട്ടാൽ ആ പിതാവിന്റെ ഭാര്യമാരെ അനന്തരം എടുത്തുകൂടാ. അപ്പൊ ഉസ്താദ്, ഇത് വിശ്വാസികളോടല്ലേ ഈ പറയുന്നത്? അതെ, വിശ്വാസികളോടാണ് ഈ സംസാരം. പക്ഷെ സ്വാഭാവികമായും ഇതിനെതിരെയുള്ള ഒരു സമൂഹ മനസ്സാക്ഷി, ഒരു അഭിപ്രായം സ്വരൂപിക്കപ്പെടുമ്പോൾ അത് അനുവദനീയമാണെന്ന് തോന്നുന്നവർക്ക് പോലും അത് ചെയ്യാൻ പറ്റാതെ വരും. ചാണകവും മൂത്രവും വളരെ വിലപ്പെട്ടതും അമൂല്യവുമാണെന്നൊക്കെ, പരിശുദ്ധവുമാണെന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ കേരളത്തിലെ ജനങ്ങൾ അത് വാരി തിന്നാനും അതിൽ കുളിക്കാനും വ്യാപകമായ വിധത്തിൽ മെനക്കെടാത്തത്? ബോധം അവരുടെ മനസ്സിലുണ്ട്. കാരണം ഇവിടെ വേറെ ചിലരൊക്കെ ഉണ്ട്, ഇതൊക്കെ അവരറിഞ്ഞാൽ, അവർ കണ്ടാൽ. ആ തോന്നൽ വടക്കേ ഇന്ത്യയിലില്ല. അതുകൊണ്ട് ആ തലകുത്തി മറിയുന്നത് അതില്. അവരെ തത്വം അംഗീകരിച്ചത് കൊണ്ടല്ല, പക്ഷെ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സാമൂഹ്യ അവബോധമുണ്ട്. ആ അവബോധമാണ് ദീൻ നൽകുന്നത്. ഇത് തന്നെയാണ് മക്കയിൽ പെൺകുട്ടികൾ കുഴിച്ചു മൂടുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും വിഗ്രഹാരാധനെ പറ്റി പറഞ്ഞപ്പോഴും ഒക്കെ ഉണ്ടായത്. ഇതൊക്കെ മ്ലേച്ഛമാണെന്ന് ആരും പറയാതിരുന്നപ്പോ അത് മ്ലേച്ഛമാണെന്ന് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും അള്ളാന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുകയും ചെയ്തപ്പോ അവർക്കതൊക്കെ പരസ്യമായി പറയാൻ, ചെയ്യാൻ നാണമായി. ഞാനൊരു 10-20 കൊല്ലം മുമ്പത്തെ കഥ പറയട്ടെ. 20 അല്ലേറെയുള്ള കൊല്ലത്തെ കഥ പറയണം, കാരണം കാലങ്ങൾ വേഗം പോകുന്നുണ്ട്. അപ്പോ എന്താണെന്നറിയോ, ഈ മറ്റു ജില്ലകളിൽ നിന്ന് നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത്, ഇപ്പം കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ അല്ലെങ്കിൽ തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലേക്കോ പോയിട്ട് അവിടുത്തെ പള്ളികളിലൊക്കെ നമ്മൾ കയറി നിസ്കരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ഓരോരുത്തർ ഇമാമുകളൊക്കെ സമസ്ത കേരളയുടെ ആൾക്കാരായിരിക്കും. അപ്പൊ അവരെന്താ പറയാറെന്ന് അറിയോ? വർത്താനത്ത് ഫ്രണ്ട്ലി ആണല്ലോ സംസാരം നടക്കാം. നിങ്ങളെ നാട്ടിലൊന്നും സുന്നികളില്ലല്ലോ. നമ്മളെ നാട്ടിൽ സുന്നികളില്ല. അടുത്ത വാചകം, ഓലൊക്കെ ഈ മുജാഹിദീങ്ങളെ കൂടെ നടത്തിയിട്ട് റാത്തീബില്ല, മൗലൂദില്ല, നേർച്ചല്ല, അതില്ല, മരിച്ചോട് തോത്തില്ല, ഒക്കെ ഒഴിവാക്കിക്കണ്. ഞാൻ നാളെ ഒരു സ്ഥലത്ത് പോയി, അവിടെ അതൊന്നുമില്ല.
മനസ്സിലായി നിങ്ങൾക്ക്? അതായത് മുജാഹിദുകളുമായി ഇടപഴകി കഴിയുന്ന സുന്നികളായ ആളുകളിൽ പലരും ഞാൻ റാത്തീബ് കഴിക്കുന്നുണ്ട് എന്ന് ഉറക്കെ പറയാൻ മടിക്കുന്നു. ഇപ്പൊ അവസ്ഥ മാറിയിട്ടുണ്ട്. അന്നത്തെ കാലത്താണ് ഇതൊക്കെ ഒരു മാനം കെട്ടൊരു ഏർപ്പാടാണ്, ഇതൊക്കെ ഒരു സുഖകരമല്ലാത്ത ഏർപ്പാടാണ് എന്ന് പേരുമാറ്റവും അണികളുടെ മാറ്റവും നിൽക്കുന്ന സംഘടനയുടെ മാറ്റവും വന്നിട്ടില്ലെങ്കിലും മാനസികമായി ഇതൊക്കെ മോശപ്പെട്ടതാണെന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് സ്വാഭാവികമായി എത്തിപ്പെടും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ന്യായത്തിന്റെ കൂടെ ഭാഗം. യായുഹല്ലദീനാമനു വിശ്വാസികളെ, ലായഹിലുലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല അൻതെരിസു അനന്തരമെടുക്കാൻ അന്നിസാ സ്ത്രീകളെ കെർഹൻ നിർബന്ധപൂർവ്വം അനന്തരമെടുക്കാൻ അനുവാദമില്ല. ആ സമ്പ്രദായം ഇതോടുകൂടി അവസാനിപ്പിക്കണം. അപ്പുസ്താദ് ഇത് സഹാബികൾ ചെയ്തു എന്നാണോ? അല്ല. സഹാബികൾ ആരും പെൺകുട്ടികളെ ജീവനോടെ, സഹാബി ആയതിനു ശേഷം ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയിട്ടില്ല. പക്ഷെ അഭിസംബോധന ചെയ്യപ്പെടാൻ ഒരു വിഭാഗം വേണ്ടേ? അവരോട് ചൂണ്ടി പറഞ്ഞു മറ്റുള്ളവർക്ക് കൂടി ബാധകമാവാൻ. പ്ലസ് ഒരു കാര്യവും കൂടിയുണ്ട്. ഇതൊന്നും ലോകത്ത് ഉണ്ടാവൂല എന്നോ ഇപ്പൊ ഇല്ലാതോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത്, നിങ്ങൾ നന്നാൽ എന്നെ പോലെ ഒരു 10, 70, 10, 60 വയസ്സ് പ്രായമുള്ളവരൊക്കെ, ഞാൻ 30 വയസ്സുള്ളവരാ, നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരാണും ആരാണും കൂടി കല്യാണം കഴിച്ചു എന്നൊക്കെ പറയാൻ അയ്യയ്യേ, ഒരു പെണ്ണും കൂടി കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ, ഞാന് നാട്ടില് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു വായനശാലയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഒന്നുമല്ല, വായിക്കാൻ താല്പര്യം അങ്ങനെ വന്നപ്പോൾ എന്നോട് വൈകുന്നേരം ആ പുസ്തകം നിശ്ചയം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനങ്ങനെ വന്നിരുന്നു. അപ്പൊ അന്ന് ഈ ആളുകൾ തല്ലുകൂടിയിരുന്ന ചില പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകം വന്നോ, ആ പുസ്തകം വന്നോ. പുസ്തകത്തിന്റെ പേര് ഞാൻ പറയില്ല. അതിലൊരു പുസ്തകം അന്ന് ഏറ്റവും അധികം കൂടുതൽ ആളുകൾ വായിച്ചിരുന്ന ഒരു പുസ്തകം എന്താണെന്നറിയോ? ആ കഥയിലെ പുസ്തകത്തിന്റെ പേരൊന്നും ഞാൻ വിളിച്ച് പറയുന്നില്ല. അത് പിന്നെ ഉള്ള ഇതിവൃത്തം എന്താണെന്നറിയോ? 2 പെൺകുട്ടികൾ തമ്മിൽ കാമുകന്മാരായി തീരുന്നതിന് സംഭവമാണ്. അതൊക്കെ എന്തോ ഒരു അത്ഭുതം പോലെ കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴതൊക്കെ അങ്ങ് മാന്യതയുടെ രീതിയിലേക്ക് എത്തിപ്പെടുകയാണ്. അതുപോലെ ഈ പറയുന്ന വിഷയമുണ്ടല്ലോ, ഈ പറയുന്ന പിതാവ് വേളി കഴിച്ച, പിതാവ് വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിക്കൂടാ എന്ന് പറയുമ്പോൾ അത് അവസാനിച്ച ഒരു കാര്യമല്ല. ലഹരിയെപ്പറ്റി ഖുർആൻ സംസാരിക്കുമ്പോൾ ആ ലഹരി ലോകത്ത് അവസാനിച്ചിരിക്കുന്നു എന്നല്ല. കൈക്കൂലിയെപ്പറ്റി പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ കൈക്കൂലി അവസാനിച്ചു എന്ന അർത്ഥത്തിലല്ല. ഇസ്ലാമിക സമൂഹത്തിൽ അത് അവസാനിപ്പിച്ചു. മനുഷ്യരോട് അതിന്റെ മോശം പറഞ്ഞു കൊടുത്തു. വ്യഭിചാരത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ വ്യഭിചാരം ഉണ്ടാവൂല എന്നല്ല, അതുകൊണ്ട് ഇതും സംഭവിക്കേണ്ടി വരും, സംഭവിച്ചേക്കാം, കേൾക്കേണ്ടി വന്നേക്കാം. ജ്യേഷ്ഠനും അനിയനും കൂടി ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതൊക്കെ നമ്മളെ നാട്ടിലില്ലേ, തമിഴ്നാട്ടിലില്ലേ? എന്നിട്ട് അവർ ടിവിന്റെ മുമ്പിൽ നിന്ന് വളരെ വലിയ മാന്യതയുടെ രൂപത്തിൽ വന്നിട്ട്, മാന്യത ഇൻവെർട്ടഡ് കോമയില്, മാന്യന്മാരെന്ന വിധത്തിൽ അവർ ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ടില്ലേ? ജ്യേഷ്ഠനും അനിയനും കൂടി. എന്താ പടച്ചോനെ ഈ മനുഷ്യൻ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്ത് വേണേ ചെയ്തോ. മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന ഒരു വികാരമാണ് ലജ്ജ. അതിന്റെ കൂടെ ഒരു വാദവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ല ഗുരുനാഥന്റെ പ്രത്യേകത. അൽ ഹയാഉ മിനൽ ഈമാൻ. ഒരാൾ മറ്റൊരാളെ ലജ്ജയുടെ കാര്യത്തെ പറ്റി ഉപദേശിക്കുന്നത് കണ്ടുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. അധികം പറയണ്ട, അത് ഈമാനിൽ നിന്ന് ഉത്ഭവിച്ചുണ്ടാവേണ്ടതാണ്. വിശ്വാസമില്ലാത്തവൻ എന്ത് ലജ്ജ? ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിൽ ഇഷ്ടം പോലെ അതിദരിദ്രന്മാർ ജീവിക്കുന്നുണ്ട്. ഇയാൾ ക്ലാസ് എടുക്കുകയാണോ രാഷ്ട്രീയം പറയാണോ? ഞാൻ എൻ്റെ ക്ലാസ് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഉദാഹരണങ്ങൾ പൊറുക്കിയെടുക്കുന്നു. അതിന് ഞാൻ നൂറ്റാണ്ടുകൾക്ക് പുറകെ പോകണ്ട. എൻ്റെ മുന്നിലുണ്ടെങ്കിൽ എനിക്കത് പറഞ്ഞുകൂടെ? കേരളത്തിൽ അതിദരിദ്രന്മാരില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, തീർന്ന്. മനുഷ്യനൊരു ഇത്തിരി ലജ്ജ വേണ്ടേ? ഒരിടം ചായ്ക്കാൻ ഒരു സ്ഥലമില്ലാതെ, ഒരു ഇടമില്ലാതെ, ആഹാരത്തിന് വകയില്ലാതെ
അലഞ്ഞു നടക്കുന്ന യാചകന്മാരെ വിട്. അതിന് പക്ഷെ അങ്ങനത്തെ ഒരു ഇതായി പോയി നോക്കുക. എത്ര മനുഷ്യരുണ്ട്, എത്ര ലക്ഷങ്ങളുണ്ട് കേരളത്തില്. ഇതെന്താണ് ഇവർക്കൊക്കെ പറ്റിയത്? നഗരങ്ങളിലൂടെ നടന്നു നോക്കുക. ഈ പിന്നെ ഫ്ലക്സ് ബോർഡുകളും മറ്റുമൊക്കെ എടുത്തു വെച്ച് എവിടെയെങ്കിലും കിട്ടിയ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് അഴുക്ക് വെള്ളം ഒഴിച്ചു വരാവുന്ന സ്ഥലങ്ങളിൽ, നാറുന്ന ഒന്ന് നേരെ ചൊവ്വക്ക് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ അന്തി ഉറങ്ങാൻ ഇടം കണ്ടെത്തുന്ന എത്ര ആയിരങ്ങളുണ്ട് കേരളത്തിൽ, എത്ര ലക്ഷങ്ങൾ. എന്നിട്ടാണ് ഒരു ലജ്ജയുമില്ലാതെ വിളിച്ചു പറഞ്ഞ് ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഞാൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഏതെങ്കിലും പാർട്ടിന്റെ എതിരാളിയാവുമോ, ഏതെങ്കിലും ഒരാൾ വിമർശകനാവുമോ? ഇതാണ് വിഷയം. ഇയാളും തസ്തഹി, ഒരു ലജ്ജയില്ല, ഒരു ഇതുമില്ല. രാവിലെ പറഞ്ഞ വൈകുന്നേരം മാറ്റും, വൈകുന്നേരം പറഞ്ഞ ഉച്ചക്ക് മാറ്റും, അങ്ങനെ അങ്ങനെ മാറ്റും. സുബ്ഹാനല്ലാഹ്. ക്ലാസ്സിലേക്ക് വാ. അപ്പോ അനന്തരാവകാശ നിയമങ്ങളെപ്പറ്റി പറഞ്ഞത് അതിന്റെ തുടർച്ചയായി റബ്ബുൽ ആലമീനായ തമ്പുരാൻ അനന്തരമെടുക്ക പാടില്ലാത്ത ഒരു കാര്യം സൂചിപ്പിച്ചു. സാർ ഉസ്താദ്, അത് നമ്മളെ നാട്ടിലൊന്നുമില്ലല്ലോ. പഠിക്കുക. അനന്തരമെടുക്കുന്നത് ധനം മാത്രമാണ്. സമ്പത്താണ് അനന്തരമായി എടുക്കുന്നത്. മറ്റൊന്നും ആ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കരുത്. മറ്റൊന്നും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പോകാത്ത എന്തുകൊണ്ടറിയോ? നിങ്ങൾക്ക് അതിനെപ്പറ്റി സംശയങ്ങൾ ഉണ്ടാവും. അത് തീർക്കാൻ എനിക്ക് സമയമുണ്ടാവില്ല എന്നതുകൊണ്ടാണ്. പിന്നെ അതൊരു അപൂർണമാവും. അനന്തരമെടുക്കുന്നത് ആ മരണപ്പെട്ട വ്യക്തിയുടെ ധനം എന്ന് വിളിക്കാവുന്ന വസ്തുക്കൾ മാത്രമാണ്. അത് ഭൂമിയാവാം, സ്വർണമാവാം, പിന്നെ എടുപ്പുകളാവാം, വീടാവാം, അങ്ങനെയുള്ള വസ്തുക്കളാവാം. അവയാണ് അനന്തരമെടുക്കുന്നത്. എല്ലാം അനന്തരമെടുക്കപ്പെടുന്നതാണ്, എല്ലാമാണ് എന്ന വിധത്തിലേക്ക് എത്തരുത്. ഞാനവിടെ നിന്നൊന്ന് ആലോചിച്ചോട്ടെ. ഒരാള് മരണപ്പെട്ടാൽ ആ വീട്ടിലെ ചട്ടിയും പാത്രവും കുഞ്ഞിക്കൈലും സ്പൂണും പിന്നെ ബക്കറ്റും പിന്നെ അടിച്ചു വാരുന്ന ചൂലും ഒക്കെ കണക്കെടുത്തിട്ട് ഉസ്താദ് നിങ്ങൾ എന്തിനെങ്ങനെ പെരുപ്പിച്ച് പറഞ്ഞ അങ്ങനൊന്നും ഇല്ല എന്നൊക്കെ തന്നെ ഞാനും വിചാരിച്ചിരുന്നേ. പക്ഷെ ഞാനൊക്കെ ചിലത് കേൾക്കുമ്പോ കാണേണ്ടി വന്നിട്ടില്ല. ആ അടുത്തേക്ക് കൂടി പോകില്ല. കണക്ക് പറഞ്ഞതിന്റെ കണക്ക് പറയാം. അതൊക്കെ എന്തിനാ ലിസ്റ്റ് നിന്ന് ഒഴിവാക്കണ്? ഒരു ചൂലിന് ഇപ്പൊ 200 റുപ്യ ഉണ്ട്. 5 ചൂലുണ്ടെങ്കിൽ പിന്നെ 100 റുപ്യ ആയില്ലേ, 200 റുപ്യ, 1000 റുപ്യ ആയില്ലേ? അതെങ്ങനെ കണക്ക് പെടാതിക്കുക? എന്താ സ്വർണം മാത്രമേ പെടുള്ളൂ? ഇത് എന്ത് ജന്തു പഠിച്ച തമ്പുരാന്? മനസ്സിലായില്ല? മരണപ്പെട്ട വ്യക്തിയുടെ ധനം ഓഹരി വെക്കാൻ നേരം കണക്കെടുക്കുമ്പോ ആ വീട്ടിൽ സാധാരണ ഇനി ആ വീട്ടിലേക്കാണ് ഈ മക്കളൊക്കെ പിന്നെ ഒഴിവുള്ളപ്പം വരേണ്ടത്. സ്വന്തം എന്ന് പറഞ്ഞ് വരാനുള്ള വീടാണ് ഉപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന ആ വീട്. അത് ഇളയ മകന് തന്നെ കൊടുക്കണം എന്നൊരു വിധിയൊന്നും ഇസ്ലാമിലില്ല ആർക്കെങ്കിലും ഒരാൾക്ക്. ആ വീട്ടിലുള്ള പാത്രത്തിനും ചട്ടിക്കും പിന്നെ ഈ കയ്യിലിനും ചൂലിനുമൊക്കെ വിലയിട്ട് അതൊക്കെ ഭാഗം വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ തീർന്നില്ല. പാപ്പം മരിച്ചതിന് ശേഷം 3 വട്ടം ഈ തേങ്ങ വലിച്ച്, ആ തേങ്ങ വലിച്ചതിന്റെ ഭാഗം ഇത്ര കിട്ടണം, ഇത്ര ഇങ്ങോട്ട് വെക്കണം. അപ്പൊ മറ്റവന്റെ വക. പാപ്പ 4 മാസം ജയിലിൽ പിന്നെ ആശുപത്രിയിൽ കിടന്നതാണ്. അന്നേരം എത്ര ചെലവായിട്ടുണ്ട്? ആ ചെലവ് നിങ്ങൾ ഇങ്ങോട്ടും തരണം. എല്ലാറ്റിനും കൂടി പൊറുക്കി കൊണ്ടുവരുന്നത് എസ്ബി തെല്ലല്ലേ? ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഈ ആയത്തിന്റെ വരില്ല പറഞ്ഞത്. ഇവിടെ ഉസ്താദ് ഉമ്മാന അനന്തരത്തിലാവുന്നിടത്തില്ല എന്ന് എനിക്കും അറിയാം. എല്ലാറ്റിനും കണക്ക് പറയുക, എല്ലാറ്റിൻ്റെയും അനന്തര വിഹിതം കിട്ടണമെന്ന് ശഠിക്കുക, അല്ലെങ്കിൽ എല്ലാം ആ വിധത്തിലാണെന്ന് കണക്കാക്കുക. ഇങ്ങനെ ആയിത്തീരല്ലടാ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എടാ എന്നുള്ള വാക്ക് അള്ളാന്റെ അല്ല, എന്താ വാക്കാണ്. അടുത്ത വിഷയം, വലാത്തലുലൂഹുന്ന, അനന്തരാവകാശമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങൾ മുടക്കിയിടരുത്, മുടക്കം ചെയ്തിടരുത്. ആരെ ആരെ ഹുന്ന, അവരെ, പെണ്ണുങ്ങളെ. ഏത്? ബാപ്പാന്റെ പെണ്ണുങ്ങളെ? അല്ല, പൊതുവെ സ്ത്രീകളെ. ആയത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ബാപ്പാന്റെ പെണ്ണുങ്ങളെ പറ്റിയാണ് ഈ പറഞ്ഞത്, ബാപ്പാന്റെ ഭാര്യമാരെ പറ്റിയല്ല. സ്ത്രീകളെ മുടക്കിയിടുക. മുടക്കിയിടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേഗം മനസ്സിലാക്കി തരാ. പോലെ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുക, പോലെ കല്യാണത്തിന് സമ്മതിക്കാതിരിക്കുക. എന്തിനാ? ലി തദ്ഹബൂബി, നിങ്ങൾ പോകാൻ വേണ്ടി, കൊണ്ടുപോകാൻ വേണ്ടി.
വാക്കിന്റെ അർത്ഥം ദഹബ എന്ന് പറഞ്ഞാൽ പോയി നാം. ദഹബയ്ക്ക് ശേഷം ബി എന്ന് പറയുമ്പോൾ കൊണ്ടുപോയി നാം, കിട്ടാൻ വേണ്ടി എന്നർത്ഥം. നിങ്ങൾ കൊണ്ടുപോവാൻ വേണ്ടി അഥവാ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. എന്ത്? മാ ആ ചിലത്, മാ ആത്തേത്ത് മോഹന്ന അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ചിലത്. അപ്പോ നിങ്ങളെ കൂടെ ഭാര്യ ഉണ്ട്, നിങ്ങളെ ഭാര്യ ഉണ്ട്. ആ ഭാര്യയെ ഭാര്യയായി നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഇല്ല, വെറുത്ത് കഴിഞ്ഞിരിക്കുന്നു, വേണ്ട, ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. എന്നാ ഓളെ വേറെ ആളെ കല്യാണം കഴിക്കാൻ സമ്മതിക്കോ? അനുസരിക്കണമെങ്കിൽ നിങ്ങളോളെ തലാക്കലി കൊടുക്കണ്ടേ? തലാക്ക് വെല്ലൂല. അതാണ് ആ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ കല്യാണം കഴിക്കാൻ മുടക്കാൻ പറഞ്ഞത്. അവളെ നിങ്ങൾക്ക് ഭാര്യയായിട്ട് സ്വീകരിച്ച് ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് കാലപ്പഴക്കം കൊണ്ടോ മാനസിക അകൽച്ചകൾ കൊണ്ടോ നിങ്ങളും ആ ഭാര്യയും തമ്മിൽ അകന്നിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഖുർആൻ വ്യക്തമായി പറഞ്ഞു, ഇംസാക്കും ബിമാറൂഫ്, നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള മര്യാദ പ്രകാരമുള്ള ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തസ്രീഹും, പറഞ്ഞയക്കുക, വിട്ടയക്കുക, ബീസാൻ, ധാരാളം നന്മകൾ ചെയ്തു കൊടുത്തുകൊണ്ട്. ഇതാണ് ഖുർആൻ പറഞ്ഞത്. ഇതെന്താ ചെയ്യാ? അവളെ ഭാര്യയായിട്ട് വേണ്ട, അവളെ തലാക്കിലൂടെ തലാക്ക് ചെല്ലൂട, അവിടെ കിടക്കട്ടെ. അതാണ് ഈ മുടക്കിയിടൽ. അവിടെ കിടക്കട്ടോള്, അവിടെ നിൽക്കട്ടോള്. എന്തിനാ? അങ്ങനെ ഒടുവിൽ സഹികെട്ടവൾ പറയും, എനിക്ക് ഹുൽഇ തന്നാളീന്ന്. മനസ്സിലായോ? എനിക്ക് ഹുൽഇ തന്നേക്ക് എന്ന് വെച്ചാല് ഞാൻ നിങ്ങൾ ഒഴിവാക്കുകയാണ്. ഹുൽഇ തയ്യുമ്പോൾ എന്ത് വേണം? അവൾക്ക് കൊടുത്ത മഹർ പോലും അവൾ തിരിച്ചു കൊടുക്കും, മഹർ പോലും. അപ്പൊ നിങ്ങൾക്ക് തദ്ഹബൂബി ബാലിമാ ആതൈതുമൂഹുന്ന, നിങ്ങൾ അവൾക്ക് നൽകിയ ചിലത് തിരിച്ചു കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആ മഹറിന് തിരിച്ചു കിട്ടാൻ വേണ്ടി. തനിക്ക് ഭാര്യ എന്ന നിലയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു സ്ത്രീയെ മാന്യമായി തലാക്ക് ചൊല്ലി പറഞ്ഞയക്കുന്നതിന് പകരം അവളെ കൊണ്ടൊരു ഖുൽഇലേക്ക് നിർബന്ധിപ്പിച്ച് അതിലൂടെ അവൾക്ക് നൽകിയ മഹർ തിരിച്ചു കിട്ടാൻ വേണ്ടി ശ്രമിക്കല്ലടോ എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് പിതാവിന്റെ ഭാര്യമാരുടെ കാര്യത്തിൽ പെടുമോ? അവിടെയും പെടും ഇത് തന്നെ. അവരെ ഇതുപോലെ ഒന്നുകിൽ നല്ല ചില മക്കള്, അതായത് ബാപ്പാന്റെ മക്കളെ കൂട്ടത്തിൽ സ്വന്തം അല്ലാത്ത മറ്റേതെങ്കിലും മക്കള് ആ സ്ത്രീകളെ ഏതെങ്കിലും വിവാഹം ചെയ്തെന്ന് വരാം. അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മുടക്കിയിടും. എങ്ങനെ മുടക്കിയിടും? ഞങ്ങളാണ് ഓളെ കാര്യം നോക്കേണ്ടവര്, അതുകൊണ്ട് അവളെ പുറത്തു പോകാൻ സമ്മതിക്കോ? സമ്മതിക്കൂല. വേറെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂല. അവസാനം ആ പെണ്ണ് പറയും എന്ത്? എനിക്കുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം, എന്റെ തടി സലാമത്താക്കി തന്നാ മതി. സമാധാനായി. രണ്ടിടത്തേക്ക് കൂടി ബാധകമായ ഒരായത്ത് എന്നർത്ഥം. മരണപ്പെട്ടു പോയ പിതാവിന്റെ ഭാര്യമാരിൽ ചിലരെ മറ്റാരെങ്കിലും വിവാഹം കഴിക്കാൻ സമ്മതിക്കാതെ അതിന് മുടക്കം നിൽക്കുക, അത് ചെയ്യരുത്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അവരെ നിർബന്ധിപ്പിക്കുന്ന വിധത്തിൽ അങ്ങനെ മുടക്കി തടസ്സം നിൽക്കരുത്. രണ്ടാമത്തെ ഒരർത്ഥവും കൂടി, നിങ്ങളുടെ ഭാര്യമാരിൽ ആരെയെങ്കിലും നിങ്ങൾക്ക് തൃപ്തിയോ അവരുമായുള്ള വൈവാഹിക ജീവിതം മതിയായി എന്നോ ഇനി തുടരേണ്ടതില്ല എന്നോ തോന്നുമ്പോഴോ അവളെ പറഞ്ഞയക്കാതെ അവളെ മുടക്കിയിടുക. ഭാര്യയായി വെച്ചുകൊണ്ടിരിക്കൂല, എന്നാ പിരിച്ചയക്കൂല, അങ്ങനെ അവളെ മുടക്കിയിടുക. ഒടുവിൽ അവൾ നിർബന്ധിതയായി അവൾ ഇങ്ങോട്ട് ആവശ്യപ്പെടും, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ തന്ന മഹർ പോലും ഞാൻ നിങ്ങൾക്ക് കണ്ടു തരാം, എന്റെ കാര്യം ഒന്ന് വിട്ടു തന്നേച്ചാൽ മതി എന്ന് ഹുൽഇന് വേണ്ടി അവർ ആവശ്യപ്പെടും. അപ്പൊ മനസ്സിൽ ഹുൽ ഉദ്ദേശിച്ചുകൊണ്ട്, ഹുൽ നമ്മൾ പണ്ട് അൽബക്കറെ പഠിച്ചതാ. ഒരു പെണ്ണ് ഭർത്താവിൽ നിന്ന് മോചനത്തിന് ആഗ്രഹിക്കുക. എങ്ങനെ? ഭർത്താവ് തന്ന മഹർ വരെ തിരിച്ചു കൊടുത്തുകൊണ്ട് അവൾ തലാക്ക് ആവശ്യപ്പെടുക. ഇതാണിപ്പത്. അപ്പോ ആ നിലക്ക് അവളെ ഹുൽഇലേക്ക് നിർബന്ധിക്കും വിധത്തിൽ അവളെ ജീവിതത്തിൽ മുടക്കങ്ങൾ ഉണ്ടാക്കുക, ഇത് ചെയ്യരുത്. തീർന്നില്ല. മുബയ്യന. പക്ഷെ അതൊരു ഇളവുണ്ട്. അവർ വ്യക്തമായ നീചവൃത്തി ചെയ്തിരുന്നാൽ ഒഴികെ. ഏത്തീന നന്ന ചെയ്യുന്നു, ഫാഹിഷത്തെ നീചവൃത്തി മുബയ്യന. ഇവിടെയൊക്കെ ഈ ഫാഹിഷത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിന, വ്യഭിചാരം എന്ന അർത്ഥമാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളെ മനസ്സിലാക്കിയത്.
അപ്പൊ അവര് ആ സ്ത്രീ ഒരു സീനയൊക്കെ പരപുരുഷന്മായിട്ടൊക്കെ ബന്ധമുള്ളവരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വിട്ടുവീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അവളെ മുകളിലെ ആയത്തിൽ പറഞ്ഞു ആദൂഹുമ, നിങ്ങൾ അവരെ ശല്യപ്പെടുത്തണം, പീഡിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. ആ വകുപ്പിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് അവളെ ഈ വിധത്തിൽ നിർബന്ധിപ്പിക്കാം. എവിടേക്ക്? ഒരു ഹുൽഇലേക്ക് എത്തും വിധത്തിൽ അവളെ കൊണ്ട് എത്തിക്കാൻ നിങ്ങൾക്ക്, അവൾ പരപുരുഷന്മാരുമായി ബന്ധമുള്ളവളാണെങ്കിൽ. ഒരർത്ഥം. ഈ ഫാഹിഷത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായ അനുസരണക്കേടാണ്, നുസൂസാണ്, പിണക്കമാണ് എങ്കിൽ അങ്ങനെയും വിശദീകരണം കൊടുത്തിട്ടുണ്ട്. വളരെ ആഴമുള്ള, ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ തീരെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു വചനമാണെന്ന് തോന്നാറുണ്ട്. നുഷൂസ്. പുരുഷന് നൽകേണ്ട യാതൊരു പരിഗണനയും നൽകാതെ, ഒരു ഭർത്താവെന്ന ഒരു ഒരു പരിഗണന പോലും ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും നൽകാതെ, സംസാരങ്ങളില്ല, അഭിസംബോധനകളില്ല, നേർക്ക് നേരെ കാര്യങ്ങൾ പറയലില്ല, അയാളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, കിടപ്പറകളിൽ കൂടെയില്ല, ഏത് സമയത്തും പ്രശ്നങ്ങളാണ്, അയാൾ എന്ത് പറഞ്ഞാലും അതിൽ കത്തിക്കയറി തല്ലും വക്കാണവുമാണ്. ഈ തരത്തിൽ പെരുമാറുന്ന സ്ത്രീകളോട് നിങ്ങൾക്ക് എന്തിനു വേണ്ടി വന്നേക്കാം? അളില് ചെയ്യേണ്ടി വന്നേക്കാം. എവിടേക്ക് എത്തിക്കും വിധത്തിൽ? ഫുൾ ആവശ്യപ്പെടും വിധത്തിലേക്കുള്ള സമ്മർദ്ദങ്ങൾ ആ സ്ത്രീയിൽ ചെയ്യേണ്ടി വന്നേക്കാം. ചെയ്യണമെന്ന് പറഞ്ഞില്ല, ആ സന്ദർഭത്തിൽ നിങ്ങൾ കുറ്റക്കാരാവാതിരിക്കുന്നു. ഇങ്ങനെ നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെയൊക്കെ വന്ന് നമ്മളിവിടുത്തെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ പരിചയക്കാരുടെ പലരുടെയും ജീവിത സന്ദർഭങ്ങൾ, അവരൊക്കെ പലപ്പോഴും മനസ്സ് തുറക്കുമല്ലോ. ഞാൻ ഈ ക്ലാസ്സിൽ മനസ്സ് തുറക്കാന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളാരും പറയുന്ന ഒന്നും ആരോടും പറയാറില്ല. ഖത്തറിലുള്ള സമയത്ത് എൻ്റെ ക്ലാസ്സിൽ ഒരു ദിവസമെങ്കിലും ഖത്തർ എന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പൊറുതിയേടാണ്. പിന്നെ ഖത്തറിലാകുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എടാ കൂട്ടുകാരോട് പറയടാ, എനിക്കെന്തെങ്കിലും മാനസിക അസ്വസ്ഥത തോന്നിയാൽ എന്നെ വേഗം അവിടെ പാക്ക് ചെയ്തോളാം. കാരണം ഇവിടെ താമസിക്കുന്ന ഒരുപാട് പേരുടെ കുടുംബപരമായ രഹസ്യങ്ങൾ ഓരൊക്കെ എന്നോട് പങ്കുവെച്ചതാണ്. തലക്ക് വെളിവില്ലാതായി ഞാൻ അതൊക്കെ വിളിക്കുകയോ പറയാൻ തുടങ്ങിയാൽ പല കുടുംബ ബന്ധങ്ങളും തകർന്നു പോകും. അത്ര പ്രമാദമായതൊന്നും അല്ല തിരിത്തിരിലൊക്കെ എന്ന് വെറുതെ തമാശക്ക് പറയാറുണ്ട്. അതുപോലത്തെ ഒക്കെ ഒരവസ്ഥയാണ് പലപ്പോഴും ജീവിതത്തിന്റെ പിന്നെ പ്രായോഗിക തലങ്ങളിൽ തികച്ചും അവഗണന. ഇയാള് ഒരു ഡ്രൈവറുടെ സ്ഥാനമോ അല്ലെങ്കിൽ പണിക്കാരന്റെ സ്ഥാനം പോലും കൽപ്പിച്ചു കൊടുക്കാത്ത സ്ത്രീകൾ മിക്കവരും ചിലപ്പോഴൊക്കെ പ്രവാസ ജീവിതത്തിന്റെ തുടർന്ന് വന്നെത്തിയവര്, ചിലപ്പോഴും ശാരീരികമായും സാമ്പത്തികമായും തളർന്നവരും. ഈ നാട്ടുകാർ മുഴുവൻ പെണ്ണുങ്ങളെ പീഡിപ്പിക്കണെ പറ്റി മാത്രമേ വർത്തമാനം പറയുന്നുള്ളൂ. പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ കണക്കൊന്നും ആരെടുത്തുമില്ല. ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതാ പടച്ചോൻ പറഞ്ഞു ഇതിന് ഫാഹിഷത്തി മുബയ്യിന. അവർ വളരെ വ്യക്തമായ നുശൂസ്, പിണക്കം, അനുസരണക്കേട് കൃത്യമായി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിർബന്ധിക്കുന്നു. എന്തിലേക്ക്? ഒടുവിൽ ഒന്നും തരാതെയെങ്കിലും ഞാൻ പോയിക്കോളാം എന്ന് പറയുന്നൊരവസ്ഥ. അല്ല, എന്റെ മഹറെങ്കിലും തിരിച്ചു തന്നാൽ, മഹർ പോലും തിരിച്ചു തന്നാൽ ഞാൻ പോകാം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് അവളെ കൊണ്ടെത്തിക്കാൻ നിങ്ങൾക്ക് അനുവാദമുണ്ട്. ഇതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരമായി എന്ന അർത്ഥത്തിലല്ല, ആ മനുഷ്യന്റെ മനസ്സ്, ആ പുരുഷന്റെ മനസ്സ് കാണാൻ പടച്ചവൻ തയ്യാറായിട്ടുണ്ട് എന്നർത്ഥം. നമ്മളൊക്കെ സാധാരണഗതിയിൽ വിചാരിക്കാറുണ്ട്, നമ്മുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ക്ലാസ്സുകളും കൊത്തുബകളും പിന്നെ ചിലപ്പോൾ അതിമാത്രമായ ക്യാമ്പയിനുകളും ഒക്കെ നടത്തപ്പെടുമ്പോഴും ഞാനൊക്കെ സാധാരണ സെന്ററിലുള്ളപ്പോൾ പറയാറുണ്ട്, ഒരു പുതിയാപ്പിളയും പെണ്ണുങ്ങളും സന്തോഷത്തിലാണോ അല്ലേ എന്നുള്ളത് ഒരു രണ്ടാളും കൂടി വരുന്ന നേരത്തെ മുഖം കണ്ടാൽ മതി. എനിക്ക് ഏത് വരുമ്പം കണ്ടാൽ മതി, ഏത് നേരത്തെ കണ്ടാൽ തല്ലുകൂടി വരികയാണോ അതോ നല്ല നിലക്ക് വരികയാണോ. ശരിയാടോ, ഇതൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും, അതൊക്കെ സംബന്ധിച്ചു. പക്ഷെ ഒരു പുരുഷൻ അർഹിക്കുന്ന യാതൊരു വിലയും അയാൾക്ക് നൽകാതെ കൊച്ചമ്മമാരാവുക എന്നാണ് എനിക്ക് അതിന്റെ ആ വാക്കിന് ശരിയായി തോന്നുന്ന കാര്യം. പോയിട്ട് അത് വാങ്ങിക്കൊണ്ടാം, ഇതെടുത്തുകൊണ്ടാം, ആ ഇങ്ങോട്ട്
പണിക്കാരെ പറഞ്ഞയച്ചോ? ഒരു പണിയും ചെയ്യൂല. റേഷൻ പീടികയിൽ പോയോ? മാവേലി സ്റ്റോറിൽ പോയി സാധനം വാങ്ങിച്ചോ? പക്ഷെ ഇയാളാരാ പിള്ളേ? പുതിയാപ്പിള. എന്താ റബ്ബേ, ഇതാണ് പുതിയാപ്പിള? അല്ലാത്തൊരു പുതിയാപ്പിള. ഫാഹിഷത്ത് മുബയ്യന. വേറെ വാക്കല്ല ഉപയോഗിച്ചില്ല. അപ്പൊ ഫാഹിഷത്ത് എന്ന വാക്കിന് രണ്ടർത്ഥവും നൽകിയിരിക്കുന്നു എന്നർത്ഥം. ബാക്കി ആയത്ത് 5 മിനിറ്റ് ആഞ്ഞപ്പോ നമുക്ക് അല്ല 5-8 മിനിറ്റ് ഉണ്ട്. അപ്പം ഈ സന്ദർഭത്തിൽ ആയത്തിന്റെ കൂടെ പോകാം. യായുഹല്ലദീനാമിനു വിശ്വാസികളെല്ലാ യഹിലുലക്കും നിങ്ങൾക്ക് അനുവദനീയമല്ല തെരിസു അനന്തരമെടുക്കാൻ നിസാ സ്ത്രീകളെ കർഹനും നിർബന്ധപൂർവം നിങ്ങളുടെ പിതാക്കളുടെ ഭാര്യമാരെ അവർ പിതാവ് മരണപ്പെടുമ്പോൾ നിങ്ങളാണ് അവരുടെ അവകാശികൾ എന്ന നിലയ്ക്ക് പെരുമാറാൻ പാടില്ല. അവർ നിങ്ങളെ പിന്നെ അനന്തരമെടുക്കുന്ന സ്വത്ത് പോലെ പെണ്ണിനെ കണക്കാക്കരുത്. അവരെ നിയന്ത്രണം നിങ്ങളെ പക്കലല്ല. അവിടെ എനിക്കൊരു കാര്യം കൂടി പറയാൻ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അവിടേക്ക് വന്നത്. എനിക്കൊരു സംശയമുണ്ട്, അത് നിങ്ങളോട് ചോദിക്കുകയാണ്. ഒരു പെൺകുട്ടി ആരെ വാക്കാ സ്വീകരിക്കേണ്ട അനുസരിക്കണ്ടേ? അവളെ വാപ്പാന്റെയും ഉമ്മാന്റെയും. ഏതുവരെ? ഞാൻ പഠിച്ചത് മരിക്കണ വരെ എന്നാ. ഞാൻ കണ്ടത് കല്യാണം കഴിക്കണ വരെ എന്നാ. കല്യാണം കഴിച്ചാ പിന്നെ ഓള് പുതിയാപ്പിള പറഞ്ഞ കേൾക്കണം. ഓളെ വാപ്പ ഹല്ലി വല്ലി. പിന്നെ ഓളെ പുതിയാപ്പിളന്റെ വാപ്പ പറഞ്ഞത് കേൾക്കണം. ഓളെ വാപ്പ ഹല്ലി വല്ലി. ഈ ഹല്ലി വല്ലി എവിടുന്ന് കിട്ടി? നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരും. ഭർത്താവിനെ അനുസരിക്കണ്ട എന്നോ ഭർത്താവിന്റെ പിതാവിനെ സ്വന്തം പിതാവിനെ പോലെ കണക്കാക്കി അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കേണ്ടതില്ലെന്നോ ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്ന ഈ ഒരു ചോദ്യമാണ്: ഒരു പെൺകുട്ടി സ്വന്തം മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് അവളെ വിവാഹത്തിന്റെ സന്ദർഭം വരെയാണ്. വിവാഹ ജീവിതം കഴിഞ്ഞാൽ അതവിടെ ബ്രേക്ക് ചെയ്ത് അവസാനിച്ചു എന്നും പിന്നെ അവൾ ഒന്നാമതായും അനുസരിക്കേണ്ടത് സ്വന്തം ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയുമാണ് എന്നത് എവിടുന്നാണ് ഈ തത്വം ഉയർത്തിരിഞ്ഞു വന്നത്? എനിക്കറിയാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടോ സർ എന്ന് വെച്ചാൽ അങ്ങനെയാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ കാണുന്നത്. സംഗതി ശരിയാ, നമ്മളും പറയും ഭർത്താക്കന്മാരെ വാക്കിന് വില കൊടുക്കുകയും അതിന് പരിഗണന കൊടുക്കുകയും ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ വാപ്പാന്റെ വാക്കിന് വില കൊടുക്കും. അതൊക്കെ അതൊക്കെ പരസ്പര ധാരണയിലുള്ളതാണ്. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഞാനല്ല ഓളെ പുതിയാപ്പിള, ഞാൻ പറഞ്ഞതല്ല ഓള് കേൾക്കേണ്ടത്, ഓളെ ബാപ്പ പറയുന്നത് ഓള് കേൾക്കേണ്ടത്. മറ്റേയാളെ വക ഞാനല്ലേ ഓളെ പുതിയാപ്പിളന്റെ വാപ്പ, ഞാൻ പറഞ്ഞതല്ലേ ഓള് കേൾക്കേണ്ടത്. ഓൾ ഇനി ഓളെ വാപ്പ പറഞ്ഞ കേട്ടുകൊണ്ടാ നടക്കണത്. തമ്മിലൂടാനും തല്ലുണ്ടാക്കാനും പറഞ്ഞതല്ല ഞാൻ. എനിക്കറിയേണ്ടത് ഇങ്ങനൊരു ഹുക്കും ഇസ്ലാമിക ശരീഅത്തിനും ഫിഖിലുണ്ടോ? പരിശോധിച്ചു ഞാൻ അങ്ങനെ ഒരു വാക്ക് കണ്ടില്ല. എതിരായി ഫത്വകൾ കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ സാർ ഞങ്ങൾ നിങ്ങൾ ഈ ക്ലാസ് നിർത്തി പോയപ്പോൾ അടി നടക്കുമല്ലോ? അടിയൊന്നും നടക്കണ്ട. ഭർത്താവിനനുസരിക്കണ്ടെന്നോ ഭർത്താവിന്റെ വാപ്പാനനുസരിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇനി പാപ്പമാര് കെട്ടിച്ചയച്ച പെമ്മക്കളെ നേരെ ഇന്റെ മോളാണ്ടാ ഞാൻ പറയും പോലെ കേൾക്കുന്ന പറഞ്ഞിട്ട് തന്റെ അതിശാധികാരം പ്രകടിപ്പിക്കാനും പോണ്ട. അതൊക്കെ ഉള്ള മാതിരി തന്നെ പോയിക്കോട്ടെ. പക്ഷെ ഈ പെണ്ണിന്റെ മനസ്സിലുണ്ടാവണം, എന്റെ വാപ്പാനെയാണ് ഞാൻ അനുസരിക്കേണ്ടതിന്റെ ആദ്യ സ്ഥാനം, എന്റെ ഉമ്മയെയാണ് ഞാൻ അനുസരിക്കേണ്ട ആദ്യ സ്ഥാനം, അടുത്ത സ്ഥാനത്ത് എന്റെ ഭർത്താവിനെ ഞാൻ അനുസരിക്കണം, അടുത്ത സ്ഥാനത്ത് ഭർത്താവിന്റെ പിതാവിനെ അനുസരിക്കണം, ഭർത്താവിന്റെ വീട്ടിലുള്ള സകലെണ്ണത്തിനെ അനുസരിക്കണം എന്ന് അങ്ങനെ ഒരു കാനൂനുമില്ല. ഇത്താത്താന്റെ കുപ്പായ കിട്ടും, ഇത്താത്താന്റെ കഞ്ഞുണ്ടാക്കി തന്നെ ഇത്താത്ത മരുന്ന്, ഇത് ഇത്താത്ത ജ്യേഷ്ഠന്റെ ഭാര്യയെ വിളിക്കണേ. ഈ സ്ത്രീ അതിന് വന്നതാ? വേണേ പോയി പെണ്ണെട്ടിക്കടാ. ഓലാരും നോക്കിയില്ലെങ്കിൽ അമ്മായിമ്മന്റെ വക എന്താടി എനിക്ക് ഓന്റെ കുപ്പായം തുണി അലക്കിട്ട് കൊടുത്താല്, എന്താടി എനിക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുത്താല്. കുപ്പായം തുണയൊക്കെ അലക്കിയിടലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അപ്പുറമുള്ള കുഴമ്പ് തേച്ച് കൊടുക്കാൻ എണ്ണ തേച്ച് കൊടുക്കാനൊക്കെ വെളി വേണമെന്ന് പറഞ്ഞാൽ ഉസ്താദ് ഏത് ലോകത്താണ്? ഉസ്താദ് പച്ചയായ ഈ ലോകത്താ. മുഴുവൻ ക്ലാസ് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയാതൊക്കെ. കാരണം ആളുകൾ വിശ്വാസത്തിന്റെ പേരിൽ വേദനയുടെ കണ്ണുനീരിന്റെ കഥകൾ പറയുമ്പോഴേ വല്ലാതെ വിമ്മിട്ടപ്പെട്ടു പോവുകയാണ്. അപ്പം മാതാപിതാക്കളെയാണ് അനുസരിക്കേണ്ടത്. അപ്പൊ ഭർത്താവിനനുസരിക്കാൻ പറഞ്ഞാൽ അത് അതിന്റെ ശേഷമാണ്. എവിടെയാണ് പ്രശ്നം വരിക? ഇവർ രണ്ടുപേരുടെയും കൽപ്പനകൾ വൈരുദ്ധ്യം വരുന്ന സമയത്താണ് ഈ പെൺകുട്ടി അന്താളിപ്പിലാകുക. വ്യാപ്പട പറഞ്ഞെങ്ങനെ, വാപ്പ പറഞ്ഞെങ്ങനെ. അതില്ലാതിരിക്കാൻ രണ്ടു കൂട്ടരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ള കാര്യം. അതായത് ബാപ്പന്റെ അതിശാധികാരം കാണിക്കാൻ വേണ്ടി ഉത്തരവ് പുറപ്പെടുവിക്കുക. അപ്പൊ അപ്പുറത്തുനിന്ന് പിന്നെ ഈ
ഭർത്താവ് വേറൊരു ഉത്തരവ് ഉറപ്പിക്കുക, അത് വേണ്ട. നമ്മളെ നാട്ടിലെ ഗവർണർ മുഖ്യമന്ത്രി നടക്കണ മാതിരി അതൊരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മള് നാട്ടിൽ കിട്ടുന്ന ഒരു ഉദാഹരണം. അതുപോലെ പറഞ്ഞു അങ്ങനെ ആവണ്ട, ഞാനാണ് വമ്പനെന്ന്, ഗവർണറെ ഞാനാണ് അതിന്റെ മേലെ എന്ന് മുഖ്യമന്ത്രി. അതൊക്കെ അങ്ങനെ നടന്നോളും അതിന്റെ സന്ദർഭത്തിൽ. ഇവിടെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ എന്താണ് ഒരു കൂടിയാലോചന, അതാണ് അവിടെയാണ് അതിന്റെ ദശാവുറ്. എടാ പിന്നെ വീട്ടിൽ ഇങ്ങനെ സംഭവം ഒരു ഓപ്പറേഷൻ നടക്കേണ്ടതുണ്ട്, ആരുമില്ല. ഇപ്പൊ കിട്ടാനുള്ള എന്റെ വീട്ടിലും വലിയ സുഖമൊന്നുമില്ല, അവിടെ ആള് വേണം. എനിക്കിപ്പോ ഓളെ ഒന്ന് കുറച്ച് ദിവസം ഇങ്ങോട്ട് നിർത്തുമോ? മരുമകന്റെ വാപ്പാനോട്. അവരും ഇതുപോലെ തന്നെ. പിന്നെ മോളഞ്ഞ് കുറച്ച് ദിവസം അങ്ങോട്ട് വിടൂലട്ടോ. സാധാരണ ഒരു മാസം കഴിഞ്ഞാലൊക്കെ അവിടെ വിരുന്ന് വരലുണ്ട്. ഇവിടെ കുറച്ച് തിരക്കുണ്ട് ഇപ്പൊ ഇവിടെ കേട്ടോ. ആ ഒരു പരസ്പരം സംസാരിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഇത് ഈഗോമല് നിൽക്കണ്ടെന്നർത്ഥം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ സൂറത്തുൽ ബഖറ? പരസ്പരം പിരിഞ്ഞ ഭാര്യയും ഭർത്താവും മക്കൾക്ക് മുല കൊടുക്കുന്ന കാര്യത്തിൽ കൂടിയാലോചിക്കളല്ല. എന്റെ റബ്ബേ, വല്ലാത്തൊരു വചനാണല്ലോ. പഴയ തശാവരി മിനിക്കുന്ന ഉപയോഗിച്ചത്. 2 കൊല്ലം കൊടുക്കണോ കുട്ടിക്ക് മുല കൊടുക്കണോ? ആരേറ്റാ മിണ്ടുന്നത്? കെട്ടിത്തീർത്ത പെണ്ണിനോട്. പഴയ പുജാപ്പള എന്താഞ്ഞിപ്പോ നമ്മള് കാട്ടുന്നടി? എടീന്ന് വിളിക്കണമെന്നില്ല. കേട്ടത് ഇനി എന്താ കാട്ടുന്നത്? 2 കൊല്ലം ഞാൻ കുട്ടിക്ക് മുല കൊടുത്താടാന്ന് അയാള്. അല്ലെ ഓള് പറഞ്ഞു 1 കൊല്ലം കൊടുക്കാനേ പറ്റുള്ളൂ, ഞാൻ കോഴ്സിന് പോവുകയാണ്. എന്നാ 1 കൊല്ലം ഈ കൊടുക്കും, 1 കൊല്ലം ഞാൻ വേറെ ആളെ നോക്കാം. കൂടിയാലോചിക്കണം. തമ്മി പിരിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർ വരെ പരസ്പരം കൂടിയാലോചിക്കണമെന്ന നിർദ്ദേശം ദീനിലും. ഈ വിവാഹ ബന്ധങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ബന്ധുക്കളായി തീർന്നവർ തമ്മിൽ എന്താന്ന് കൂടിയാലോചിച്ചാല്. അപ്പൊ ഞാനൊരു കാര്യം, എനിക്ക് അള്ളാന്റെ പക്കൽ പേടിണ്ട്, ഞാൻ പറഞ്ഞ തെറ്റാവോ? ഭർത്താവിനെ അനുസരിക്കണം എന്ന കാര്യം അള്ളാഹ് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നിഷേധിക്കുന്നില്ല. അതേ സമയം ഒരു പെൺകുട്ടി അവളുടെ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് കല്യാണം കഴിയുന്നവരെയാണ് എന്നാരും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു മട്ടും മാതിരിയാ കാണുന്നത്. അതിന് വലിയ ഇതൊന്നും ഒരു അടിസ്ഥാനം കാണുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഈ പെൺകുട്ടിയുടെ ഫുൾ അതോറിറ്റി ഇവളായി മാറുകയാണ്. ഏതുപോലെ? അതുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്, വാപ്പ മരിച്ചപ്പോ വാപ്പാന്റെ പെണ്ണ് ഓളെ വീട്ടിക്ക് പോകണം. ഉമ്മല്ലാത്ത പെണ്ണുങ്ങൾ ഓളെ വാപ്പാന്റെ അടുത്തേക്ക് പോകണം. ഏയ്, ഓളെ വാപ്പാക്കും ഓളെ ബാക്കിയുള്ളവർക്കും ഇവിടെ കാര്യത്തിലൊന്നുമില്ല. ആ വാപ്പാന്റെ മക്കളായ ഞങ്ങളാണ് ഈ പെണ്ണിന്റെ കാര്യം തീരുമാനിക്കുക. ഇവൾ കല്യാണം കഴിക്കണോ, കഴിക്കണമെങ്കിൽ ആരെ കഴിക്കണം, എപ്പം കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഞങ്ങളാണ് എന്ന് ഈ പെണ്ണിന്റെ അതോറിറ്റിയായി, ഔലിയാക്കളായി വാപ്പാന്റെ മക്കള് വന്നപ്പോ ഖുർആൻ തടയിട്ടു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നാല് പെണ്ണിന്റെ പിന്നെ വലിയ ആരാണെന്ന് പടച്ചോൻ ഒരു ചാർട്ട് നൽകിയിട്ടുണ്ട്. പടച്ചോനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും. അതോളെ വാപ്പയാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ വാപ്പയാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ സഹോദരന്മാരാണ്, അല്ലെങ്കിൽ വാപ്പാന്റെ സഹോദരന്മാരെ മക്കളാണ്. അമ്മാവനൊന്നും ഇതിൽ റോളില്ല. വലിയന്റെ സ്ഥാനം അതാ നിലക്കാൻ നീങ്ങണ്ട്. അതിൽ വേറുള്ള ഒരു കയറി വന്നിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളാന്ന് പറയേണ്ടതില്ല. ഈ അർത്ഥം, ഈ അഭിപ്രായം എന്റേത് മാത്രമാണ്. ഏത്? ഈ ആയത്തിന് ഇങ്ങനെ ഒരു ആശയം കൂടി കണ്ടെത്തിക്കൂടെ എന്നത് എനിക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലായി കിട്ടിയ ഒരു കാര്യമാണ്. തഫ്സീറുകളിൽ നിന്ന് വായിച്ചതല്ല. അങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഖുർആനിൽ നിന്ന് കിട്ടിയ ഉൾക്കാഴ്ച കൊണ്ട് പറയുകയാണ് ഞാനത്. കാരണം ഇവിടെ ചെയ്തത് ഈ പെൺകുട്ടിയുടെ രക്ഷകർത്തൃത്വം ഓളെ വാപ്പാക്കും ബാക്കിയുള്ളവർക്കും അല്ല, ഓളെ കെട്ടിയ പുരാപ്പിളയുടെ മക്കൾക്കുള്ളതാണ് എന്നൊരവസ്ഥ വന്നപ്പോൾ ഖുർആൻ എതിർത്തില്ലേ? അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്. ആയത്തിന്റെ ബാക്കിയിൽ പറഞ്ഞ എന്താണ്? അവര് മുടക്കം ചെയ്യുക ഈ സ്ത്രീകളെ, അല്ലെങ്കിൽ സ്വന്തം സ്ത്രീകളെ കല്യാണത്തിൽ നിന്ന് മുടക്കിയിടുക. എന്തിന്? അവർക്ക് നിങ്ങൾ നൽകിയതിൽ നിന്ന് ചിലത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ വാക്കിന് കുറച്ച് ഇതുണ്ടല്ലേ? അതിന് പ്രയോഗം എന്താണെന്ന് പറഞ്ഞാൽ, ഓളെ ഒരു ഹുൽനെ നിർബന്ധിക്കുന്ന വിധത്തിൽ അവളുടെ സാമ്പത്തിക ലാഭം അവളിൽ നിന്നുള്ള സാമ്പത്തിക ലാഭം ഉരുത്തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മുടക്കം നിൽക്കരുത്, ഫുൽയിലേക്ക് നിർബന്ധിക്കരുത്. വ്യക്തമായ ഫാഹിശത്ത് സംഭവിച്ചാൽ നിരന്തരമായി ഭർത്താക്കന്മാരോട് അനുസരണക്കേട് കാണിക്കുന്നവരായിരിക്കരുത്. അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നവരാരത്? ഖുർആൻ പഠിക്കുന്ന സ്ത്രീകൾ. ഭയപ്പെടണം അവര്. അള്ളാഹിന്റെ കിതാബിൽ അല്ലാഹ് ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞതാണ്. എത്രയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വേണ്ടേ? മുന്നോട്ട് സ്ത്രീ അടിമയാക്കിയതൊന്നുമല്ല. ആ തരം ഫെമിനിച്ചി ആവേണ്ട നമ്മളാരും.
അള്ളാന്റെ റസൂൽ സംബന്ധിച്ച കാര്യമാണ്. പറഞ്ഞു പറഞ്ഞ് അവസാനം ഒരിക്കൽ പറഞ്ഞു, സുജൂദ് വരെ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. ഇതൊക്കെ അറിയാം. എന്നാലും പുരാപ്പിളക്ക് അങ്ങോട്ട് വഴിപ്പെട്ട് കൊടുക്കാൻ, അനുസരിക്കാൻ. അപ്പൊ ടോട്ടൽ ഒരു ചാർട്ട് ഉണ്ട്. ഇന്ന് 5 അനുസരിച്ചു, ഇനി 2 അനുസരിക്കൂല. തമാശല്ല, അങ്ങനെ വേണ്ട. അത് അവരോടുള്ള ആ ബന്ധത്തോട് കൂടി തന്നെ നിലനിൽക്കുക. നമ്മൾ ഖുർആൻ പഠിക്കുകയും ഉസ്താദ് വല്ലതും കേട്ടോ എന്ന് പറഞ്ഞപ്പോ ആരെങ്കിലും സംശയം, പഠിച്ചവരാണ് ധൈര്യം, ആലൊന്നും കേട്ടിയില്ല. നിങ്ങളൊക്കെ ഇത് പാലിക്കുന്നവരാണ് എന്ന ബോധത്തോടെ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ആയത്തൊന്ന് വാക്കർത്ഥം പറഞ്ഞു പോയിക്കോട്ടെ. ആശുറൂഹുന്ന ബിൽ മാറൂഫ്, നിങ്ങൾ അവരുമായി ദുനിയാവിൽ നല്ല നിലയ്ക്ക് സഹവസിക്കുക. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുകയാണെങ്കിൽ, അതാണല്ലോ പിള്ളേ, വെറുത്തിട്ടല്ലേ അവളെ മുടക്കാച്ചരക്കാക്കിയിട്ടത്. പാസാൻ തെക്കറഹു ചെയ്യാൻ. എന്താണ് അള്ളാന്റെ മനഃശാസ്ത്രമായ സമീപനം എന്നറിയോ? നിങ്ങൾക്ക് ചിലപ്പോൾ ചില വെറുപ്പൊക്കെ തോന്നും. ഓ യജാലല്ലാഹു ഫീഹി ഖൈറൻ കസീറ, അതിൽ ഒരുപാട് നന്മകൾ അള്ളാഹു ഉണ്ടാക്കുകയും ചെയ്തേക്കാം. ഒരു കണക്കെടുപ്പ് നടത്തി നോക്കി. എന്താടാ ഹാല്? ഓളിപ്പോഴും എൻ്റെ അടുത്തുണ്ട്. എനിക്കറിയാം ഖത്തറിൽ എൻ്റെ കൂട്ടുകാരിൽ ചിലർ. എന്നോട് ഇയാളോട് ഒന്നും പറയാൻ പറ്റില്ല, ഒക്കെ ക്ലാസ്സിൽ വിളിച്ചു പറയുന്ന, ഈ ക്ലാസ് അവർ കേൾക്കുന്നില്ല എന്ന് എനിക്ക് ഉറപ്പാ. ഞാനിവിടെ വന്നിട്ട് ലീവിൽ ഞാൻ പോയിട്ടുണ്ട് ആ വീട്ടില്. 2-3 ആൾക്കാരുടെ വീടുകളിൽ പോയിട്ടുണ്ട്. അവരെ ഒഴിവാക്കുകയാണ് എന്ന മട്ടിൽ നിൽക്കുന്ന സമയത്ത് അത് വിളക്കി ചേർത്തിട്ടുണ്ട്. അതൊരു PR വർക്ക് ചെയ്തതല്ല ഞാൻ. അവർക്ക് പിന്നീട് അതിൽ ഹൈർ ഉണ്ടായിട്ട് ഒരുപാട് ഹൈറുകൾ. അള്ളാന്റെ കിതാബ് ശാന്തമാണ്, സ്വസ്ഥമാണ്. അതിങ്ങനെ ബർക്കത്തിന് ഓതുന്നവനോട്. നേരെ മറിച്ച് അത് പഠിക്കാൻ മെനക്കെടുന്നവന് അത് തിരകളടിക്കുന്ന സമുദ്രമാണ്. ആശയങ്ങൾ കിടന്നിങ്ങനെ പിടയ്ക്കുകയാണ് ഇതില്. ജീവിതത്തിന്റെ രാപ്പകലുകൾ, അതിൻ്റെ ശ്വാസോച്ഛ്വാസങ്ങൾ, അത് മുഴുവൻ കിതാബിൻ്റെ ഉള്ളിൽ കാണാം. അതാണത്. തിബിയാനൻ ലിക്കുല്ലി ശൈ ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നിങ്ങളെ മനസ്സിൽ അങ്കലാപ്പിലാക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഈ ഗ്രന്ഥം സമാധാനം നൽകുന്നു എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കിപ്പോൾ ഇത് എന്നത് പഠിക്കാനുള്ള വിധിയില്ല എന്നതാണ് നമ്മളെ നിർഭാഗ്യം. നമ്മുടെ നിർഭാഗ്യമല്ല, എന്നാലും ഒരിച്ചെങ്കിലും പഠിക്കാൻ പറ്റുന്നല്ലോ. അള്ളാഹു അതിൽ നിഅമത്തും ബർക്കത്തും നൽകുമാറാവട്ടെ. ഖുർആൻ കൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ നിലനിർത്തുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.